ഈ ദിവസം ശ്രദ്ധേയമാകുന്നത് എ പത്മകുമാറാണ്. പത്മകുമാർ ഇപ്പോൾ SIT സംഘത്തിന് മുന്നിൽ ഹാജരായിരിക്കുന്നു. ചോദ്യം ചെയ്യലിന് വിധേയമാകുന്നു. അറസ്റ്റ് ഈ ദിവസം ഉണ്ടായേക്കാം എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ പത്മകുമാർ കഴിഞ്ഞ 2019 കാലത്ത് വിവാദമായിട്ടുള്ള ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കടക്കം ഈ സ്വർണ്ണപ്പാളി കട്ടിളപ്പാളി അടക്കം ശബരിമലയിൽ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുമ്പോൾ നിർബാധം അങ്ങനെ പച്ചക്കൊടി കാട്ടിയ ഗൂഢാലോചനയിൽ പങ്കാളിയായ പ്രതി ചേർക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പിന്നാലെ പത്മകുമാറിന്റെ പങ്ക് വ്യക്തമായി അന്വേഷണ സംഘത്തിന് ബോധ്യമാകുന്നു. അങ്ങനെ അനിവാര്യമായിട്ടുള്ള ഒരു അറസ്റ്റിലേക്ക് ഈ ദിവസം പോകാനുള്ള സാധ്യതയാണ് ഇതുവരെ കാണാൻ കഴിയുന്നത്. CK അഭിലാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഭിലാൽ, 2018-19 കാലത്ത് പ്രധാനിയായിട്ടിരുന്ന താക്കോൽ സ്ഥാനത്തിരുന്ന വ്യക്തിയാണ്. പിന്നീട് വന്ന ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങി വാസുവിലടക്കം നിൽക്കുന്ന 5 പേരുടെ അറസ്റ്റിൽ വാസുവിനെ സംബന്ധിച്ചോളം ഏറ്റവും തിരിച്ചടിയായത് സുധീഷിന്റെ മൊഴിയായിരുന്നു. പത്മകുമാറിനെ സംബന്ധിച്ചോളം ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട എല്ലാവരുടെയും ഇനി അറസ്റ്റിലാകാൻ പോകുന്ന മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറിയുടെ അടക്കം പുറത്തു നിൽക്കുന്ന സെക്രട്ടറിയുടെ അടക്കമുള്ള മൊഴികൾ വളരെ പ്രധാനപ്പെട്ട പ്രതികൂല ഘടകങ്ങളായി മാറുകയാണ്. അപ്പോൾ അറസ്റ്റിലേക്കല്ലാതെ മറ്റൊരു നിവൃത്തിയും ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇല്ലായിരിക്കാം, അല്ലേ അഭിലാഷ്? പ്രതീഷ്, ഒരു കാര്യം വളരെ വ്യക്തമാണ്. എ പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് SIT പോയാൽ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ UDF-നും NDA-ക്കും അത് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട മൂർച്ചയേറിയ മറ്റൊരു ആയുധമായി തന്നെ മാറും എന്നുള്ളതാണ്. വാസു എന്നുള്ളത് രാഷ്ട്രീയമായി LDF-നോട് അടുത്ത് നിൽക്കുന്നു, CPM-ന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ ആണ് കണക്കാക്കപ്പെട്ടിരുന്നതെങ്കിൽ അതിനേക്കാൾ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് എ പത്മകുമാറിന്റെ അറസ്റ്റിലൂടെ LDF-ഉം അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് CPM-ഉം ഭരണകക്ഷിയും ഒക്കെ തന്നെ എത്തിച്ചേരുന്ന അസാധാരണമായ ഒരു മുഹൂർത്തത്തിലേക്ക് കാര്യങ്ങൾ എത്തും. കാരണം നിയമസഭയിൽ CPM-നെ പ്രതിനിധീകരിച്ച ആളാണ്, മുൻ കോന്നി MLA ആണ്. ഒപ്പം തന്നെ 2018-19 കാലയളവിൽ, അതായത് സ്ത്രീ പ്രവേശന കാലയളവിലും ശബരിമലയിലെ കൊള്ള നടക്കുന്ന കാലയളവിലും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ഉണ്ടായിരുന്ന ആളാണ്. CPM-ന്റെ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള ആൾ കൂടിയാണ് എ പത്മകുമാർ എന്ന് പറയുമ്പോൾ CPM-ന്റെ നേരിട്ടുള്ള ബന്ധം തന്നെയാണ് വെളിവാകുന്നത്. അത് ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ആസൂത്രണത്തിലും അതോടൊപ്പം തന്നെ ഗൂഢാലോചനയും അടക്കം ഇദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന വ്യക്തമായ സൂചനകൾ SIT-ക്ക് ലഭ്യമായതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ്. അങ്ങനെ കാലം കരുതി വെച്ച പാഴ്മുറം കൊണ്ട് സൂര്യനെ മറയ്ക്കാമെന്ന് കരുതിയ ആളുകളൊക്കെ തന്നെ, ഉപ്പ് തിന്ന ആളുകളൊക്കെ തന്നെ വെള്ളം കുടിക്കുന്നവരുടെ പട്ടികയിലേക്ക് വരുമ്പോൾ അവിടെ പ്രധാനിയായി പത്മകുമാർ മാറുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ആ ദൃശ്യം പ്രധാനപ്പെട്ട മിനിറ്റ്സുകൾ കൊണ്ടുപോകുന്നു ഉദ്യോഗസ്ഥർ. SIT സംഘത്തിന്റെ പ്രതിനിധികൾ കൊണ്ടുപോകുന്നു. അത് വെച്ചുള്ള ഒരു ചോദ്യം ചെയ്യൽ, കമ്പയർ ചെയ്തുകൊണ്ടുള്ള ചോദ്യം ചെയ്യലായിരിക്കാം നടക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ പത്മകുമാർ വിയർക്കാനാണ് സാധ്യത. അനന്തൻ, ഈ ക്രമരഹിതമായിട്ടാണ് ഈ മിനിറ്റ്സ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് എന്ന് കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടതാണ്. അതിന്മേലുള്ള ചോദ്യങ്ങൾക്ക് പത്മകുമാറിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. ഉത്തരം മുട്ടിയാൽ അടുത്ത ഘട്ടം അറസ്റ്റ്. അതാണോ പ്രജീഷ്? നമ്മളിപ്പോൾ മാതൃഭൂമി ന്യൂസിന്റെ സ്ക്രീനിൽ കാണുന്നത് SIT-യുടെ ഈഞ്ചക്കൽ ഓഫീസിലാണ്. ആ ഓഫീസിൽ നിന്ന് SIT ഉദ്യോഗസ്ഥർ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്, അത് 2019 ദേവസ്വം ബോർഡിനെതിരെയുള്ള തെളിവ്, അത് എ പത്മകുമാറിനെതിരെയുള്ള പ്രധാനപ്പെട്ട തെളിവ്, അത് ആ ദേവസ്വം മിനിറ്റ്സ് ആണ്. ആ മിനിറ്റ്സിന്റെ ബുക്കുകളുമായി SIT ഓഫീസിൽ നിന്ന്, ഈഞ്ചക്കൽ ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥൻ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക്, പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ്. അതാണിപ്പോൾ കാണുന്നത്. ഈ മിനിറ്റ്സ് ബുക്കുകൾ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ആ മിനിറ്റ്സ് ബുക്കുകൾ തിരുത്തിയതുമായി ബന്ധപ്പെട്ടാണ് അന്നത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ജയശ്രീ ചോദ്യമുനയിൽ നിൽക്കുന്നത്, പ്രതിപട്ടികയിൽ നിൽക്കുന്നത്. ജയശ്രീ പക്ഷേ മുൻകൂർ ജാമ്യം ഹൈക്കോടതിയിൽ തേടി അവരുടെ അറസ്റ്റ് തൽക്കാലം ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. ആ നടപടിക്ക് വിധേയമാകാൻ വേണ്ടി, അല്ലെങ്കിൽ ആ നടപടിക്ക് ഹേതുവായ ആ ഹർജിയിൽ ജയശ്രീ പറയുന്നത്, ഞാൻ മിനിറ്റ്സ് തിരുത്തിയിട്ടില്ല, ഞാൻ എല്ലാം പ്രവർത്തിച്ചത് പത്മകുമാർ അടക്കമുള്ള ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടാണ് എന്നുള്ളതാണ്. ആ ഹർജി തന്നെ ഒരു മൊഴിയായിട്ടാണ് SIT പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പത്മകുമാറിലേക്കുള്ള മറ്റൊരു തെളിവായി ആ ജയശ്രീയുടെ ഹർജി കൂടി SIT പരിഗണിക്കുന്നത്. അങ്ങനെയുള്ള തെളിവുകളെല്ലാം പ്രധാനമായും പരിശോധിച്ചിട്ടാണ് ഈ സ്വർണ്ണക്കൊള്ളയുടെ ആസൂത്രകനിലെ പ്രധാനിയായി പത്മകുമാറാണ് എന്നുള്ള വിലയിരുത്തലിലേക്ക് SIT ഉദ്യോഗസ്ഥർ എത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ, ചോദ്യം ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടിലേക്ക്
SIT എത്തിയത്. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലും ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരുപക്ഷെ കോടതിയുടെ നേരിട്ടുള്ള ഇടപെടൽ കൊണ്ട് തന്നെയാകണം. അതല്ലെങ്കിൽ വാസുവിൻ്റെയും പത്മകുമാറിൻ്റെയും അറസ്റ്റൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയായി CPM-ന് മാറും. അതൊരു പക്ഷേ സാധാരണഗതിയിലുള്ള അന്വേഷണമായിരുന്നെങ്കിൽ അത് ഒഴിവാക്കപ്പെടാനുള്ള രാഷ്ട്രീയ സാധ്യതകളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഇലക്ഷൻ ആ കോടതിയുടെ ഇടപെടലിന്റെ പ്രസക്തിയുള്ളത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അത് LDF, UDF, NDA ആയിരുന്നാലും അവരുടെ പ്രധാനികളെ ഒരു ജയിലറയ്ക്കുള്ളിലേക്ക് കയ്യാൻ വയ്ക്കുന്ന ഒരു സാഹചര്യം അവർ നേരിട്ട് നടപ്പാക്കില്ല. അന്വേഷണ ഏജൻസികൾ അവരെ സ്വാധീനിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. പക്ഷേ ഇവിടെ വിരളമാകുന്നതിൻ്റെ കാര്യം അത് കോടതി പ്രതിബിംബം പോലെ കോടതി അങ്ങനെ കൺമുന്നിൽ നീതിക്ക് വേണ്ടി നെല്ലും പതിരും തിരിയാൻ വേണ്ടി കോടതി നിൽക്കുന്ന ഒരു ഘട്ടമുള്ളത് കൊണ്ട് മാത്രമെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഇനി അടുത്ത ഘട്ടം എന്തൊക്കെയാണ് ഇനി എന്ന് കേരളം ഉറ്റുനോക്കുകയാണ്. ഈ ദിവസം പത്മകുമാറിൻ്റെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം.